4,50,000 രൂപയുടെ ഒരു ഓഫർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 42 മാസത്തെ ടെന്യൂറാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. 20,975 രൂപ നമുക്ക് പ്രോസസിംഗ് ഫീ ആയിട്ട് പോയിട്ട് 4,29,026 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. 16.25% ആണ് ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. 14,118 രൂപ വെച്ച് നമ്മൾ മന്ത്ലി പേ ചെയ്താൽ മതിയാവും. ടോട്ടലി നമ്മൾ ഇത് അടച്ചു വരുന്ന സമയത്ത് 5,92,994 രൂപയായിട്ടാണ് മാറാം. സോ അങ്ങനെ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കൂടുതൽ വൈകിപ്പിക്കാത്ത വീഡിയോയിലോട്ട് പോകാം. നമ്മളധികം ലാഗ് ഒന്നും അടുപ്പിക്കുന്നില്ല. ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിൽ അപ്രൂവൽ കിട്ടാത്ത കുറെ പേരുണ്ടാവും. വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ എൻഡിൽ ഇത് അപ്രൂവ് കിട്ടുന്ന ഒരു ട്രിക്ക് കൂടി നമ്മൾ പറഞ്ഞുതരാം. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 75-80% വരെ അപ്രൂവൽ എടുക്കാൻ പറ്റും. സിബിൽ ഇല്ലാത്തവർക്ക് അല്ലാട്ടോ. സിബിലൊക്കെ നിങ്ങൾക്ക് ഒരു 700+ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് കാര്യമുള്ളൂ. ബാങ്കിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ളവർ മാത്രമാണ് ഇത് നോക്കിയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലൊരു അപ്രൂവൽ കിട്ടാനായിട്ടുള്ള ട്രിക്കും കൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ വർക്ക്ഔട്ട് ആക്കിയിട്ടുള്ള ട്രിക്കാണ്, നമ്മൾ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്, അതുകൂടിയും പറഞ്ഞു തരുന്നുണ്ട്. ആപ്പിന്റെ വീഡിയോ കാണുന്നതിനൊക്കെ മുന്നേ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പേ ലേറ്റേഴ്സ്, EMI കാർഡ്സ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്യാഷ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചു നോക്കാം. നമ്മളെല്ലാ ഹെൽപ്പും അവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ആപ്പിന്റെ വീഡിയോയിലോട്ട് പോകാം. ആപ്പ് തുറന്നു വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലെ ഇന്റർവ്യൂസ് കാണാം. 9 ലക്ഷം രൂപ വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 30,216 രൂപയായിരിക്കും പെർ മന്ത് EMI വരിക. അപ്പൊ നമുക്ക് 10,000 തൊട്ട് 9 ലക്ഷം വരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ നൗന്നിട്ട് ടാബ് ഉണ്ട്, അതുമ്പിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ ചോദിച്ചിട്ടുണ്ട്. സാലറി ബാങ്കിലാണോ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ബാങ്കിലാണെങ്കിൽ മാത്രമാണ് ലോൺ കിട്ടുള്ളൂ. ഈ അഡീഷണൽ ഡീറ്റെയിൽസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിവ്യൂവിനിടും. കുറച്ച് കാര്യങ്ങളോട് ചോദിക്കും, അതെനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതൊരു ലെൻഡറാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ആ ലെൻഡറായിട്ട് ഒരു കണക്ട് ചെയ്ത് തരും. ഏകദേശം പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആവും. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ലെൻഡറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെറ്റർ ലോൺ ഓഫർ ഇവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. എയർടെൽ ഫിനാൻസ്. അപ്പൊ 4,50,000 രൂപയുടെ ഒരു ലോൺ ഓഫറാണ് നമുക്ക് സെറ്റ് ആയേക്കണം. 4,50,000 രൂപയ്ക്ക് 14,118 രൂപ വെച്ച് നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെ 42 മാസത്തെ EMI ആയിട്ട് 16.25% ഇൻട്രസ്റ്റ് റേറ്റിൽ, ഒരു ബാങ്ക് റേറ്റ് എന്ന് തന്നെ വേണം പറയാം, ആ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാട്ടോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 30,000 രൂപ തൊട്ട് 4,50,000 രൂപ വരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് ഡിസ്ബസ് ആവുന്ന എമൗണ്ട് 4,29,026 രൂപ. പ്രോസസിംഗ് ഫീ പ്ലസ് 18% GST കൂടി 20,975 രൂപ വരുന്നുണ്ട്. ലോൺ എമൗണ്ട് 4,50,000, 14,118 രൂപ വെച്ചിട്ടാണ് നമ്മൾ 42 മാസത്തേക്ക് പേ ചെയ്യേണ്ടത്. നെറ്റ് പേയബിൾ എമൗണ്ട് ആയിട്ട് വരിക 5,92,994 രൂപ. ഏകദേശം നമ്മൾ കുറച്ച് 1.5 ലക്ഷം കഷ്ടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നുണ്ട്. ടോട്ടലി അത്ര നമ്മൾ അടച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ KYC ആണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ ആധാർ നമ്പർ KYC, ആധാർ ബേസ്ഡ് KYC ആണ്. നോ യുവർ കസ്റ്റമർ KYC നമ്മളിവിടെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആധാർ നമ്പർ, ക്യാപ്ച, ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. അതും കൂടി എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, KYC കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ EMI എമൗണ്ട് ഓട്ടോ ഡെബിറ്റ് ചെയ്യാനുള്ള മാൻഡേറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു എഗ്രിമെന്റ് വരും, ഒരു സെൽഫ് വെരിഫിക്കേഷൻ ഉണ്ട്, അതുകൂടി കംപ്ലീറ്റ് ചെയ്യുക. സെൽഫി എന്ന് പറയുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും എടുക്കരുത്. കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അപ്രൂവ് ആവും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എമൗണ്ട് 30,000 രൂപയാണ്. ഓഫർ വാലിഡിറ്റി ഉള്ള ഡേറ്റും നമുക്ക് അവിടെ കാണിക്കും. അതിനുശേഷം നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രസന്റലി താമസിക്കുന്ന ആ സ്ഥലത്ത് അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും, അത് കൊടുക്കുക. അത് കഴിഞ്ഞ് മാൻഡേറ്റ് എന്നൊരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് വരിക. അതുകൂടി കംപ്ലീറ്റ് ചെയ്യുക. അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ലോൺ എഗ്രിമെന്റ് കൂടി നമുക്ക് കാണാം. അതുകൂടി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഞാൻ ഒരു വട്ടം എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ. അതൊരു 1 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് നല്ലൊരു എമൗണ്ട് ഇതേപോലെ അപ്രൂവൽ തന്നായിരുന്നു അവർ. ആ സമയത്ത് എന്റെ സ്കോർ 780 ആയിരുന്നു. ഇപ്പൊ 730 പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രൂവൽ റേറ്റ് ഒക്കെ എല്ലായിടത്തും കുറവാണ്. അന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് അവർ അപ്രൂവൽ തന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇതുകൂടി കംപ്ലീറ്റ് ചെയ്ത് മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് പറ്റും. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോണുകൾക്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ എയർടെൽ ഫിനാൻസ്, നമ്മുടെ എയർടെൽ താങ്ക്സ് ആപ്പാണ്, അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അപ്രൂവൽ കിട്ടാനുള്ള ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ എയർടെൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള കാരണം കുറെ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. എയർടെൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് എന്നാണ് പറയുന്നത്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് പോലത്തെ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. എയർടെൽ താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 0 ബാലൻസ് അക്കൗണ്ട് ആണ്. സോ നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാലം നമ്മുടെ അത്യാവശ്യം നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതിൽ ഉപയോഗിക്കുക. എല്ലാ പേയ്മെന്റ്സും നിങ്ങൾ അതിൽ ചെയ്യാൻ നോക്കുക. അപ്പൊ ആ പേയ്മെന്റ്സ് അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ നിങ്ങളുടെ അക്കൗണ്ടും സെറ്റ് ആയിട്ട് വരും, ബാങ്ക് അക്കൗണ്ട്.
അങ്ങനെ സെറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എലിജിബിലിറ്റി ചാൻസ് ഉണ്ട് അപ്രൂവലിന്. സിബിൽ മാത്രമല്ല, അപ്പൊ ഇതിൽ നടക്കുന്ന കാര്യങ്ങളും അവർ കൺസിഡർ ചെയ്യും. നമ്മൾ ഇതിൽ ചെയ്യുന്ന പേയ്മെന്റ്സ്, ബിൽ പേയ്മെന്റ്സ്, അയക്കുന്ന പേയ്മെന്റ്സ്, ഇങ്ങോട്ട് വരുന്ന പേയ്മെന്റ്സ്, അതൊക്കെ ഇതിനെ കൺസിഡർ ചെയ്യും. അപ്പൊ ഈ ട്രിക്ക് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ളതാണ് ഒരു അക്കൗണ്ടിൽ, ചെയ്ത് നോക്കി വർക്ക്ഔട്ട് ആയ ട്രിക്കാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.